നമസ്കാരം. ഒരാഴ്ചത്തെ ലോകവിശേഷങ്ങളുമായി വേൾഡ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ US കരാറിൽ ധാരണയായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയുമായുള്ള വ്യാപാര കരാറായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതോടെ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ തീരുവയുള്ള രാജ്യമായി ഇന്ത്യ മാറി. തീരുവ 25%-ൽ നിന്ന് 18%-ആയി അമേരിക്ക കുറച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചതിനു ശേഷമാണ് തീരുവ കുറച്ചതായി ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി അറിയിച്ചത്. പുതിയ വ്യവസ്ഥ പ്രകാരം ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ തീരുവ ഇന്ത്യക്കാണ്. പാകിസ്ഥാൻ 19%, ബംഗ്ലാദേശ് 20%, വിയറ്റ്നാം 19%, മലേഷ്യ 19%, കംബോഡിയ 19%, തായ്ലൻഡ് 19% എന്നിങ്ങനെയാണ് മറ്റ് പ്രധാന ഏഷ്യൻ രാജ്യങ്ങളുടെ താരിഫ് നിരക്ക്. ഇന്ത്യയുടെ പ്രധാന വ്യാപാര പ്രതിയോഗിയായ ചൈനയ്ക്ക് 37%-ആണ് തീരുവ. ബ്രസീൽ 50%, ദക്ഷിണാഫ്രിക്ക 30%, മ്യാൻമർ 40%, ലാവോസ് 40% എന്നിങ്ങനെയാണ് ഉയർന്ന തീരുവയുള്ള രാജ്യങ്ങളുടെ കണക്ക്. UK ആണ് ഏറ്റവും കുറഞ്ഞ തീരുവയുള്ള രാജ്യം. 10%-ആണ് അവരുടെ തീരുവ. യൂറോപ്യൻ യൂണിയൻ 15%, ജപ്പാൻ 15%, സ്വിറ്റ്സർലാൻഡ് 15% എന്നിങ്ങനെയാണ് കുറഞ്ഞ തീരുവയുള്ള രാജ്യങ്ങളുടെ കണക്ക്. വ്യാപാര കരാറെന്ന് ട്രംപ് പറയുമ്പോഴും ഇത് സംബന്ധിച്ച് ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ പിഴച്ചുങ്കമായുള്ള 25% അടക്കം 50%-ആയിരുന്നു ഇന്ത്യയുടെ ഇതുവരെയുള്ള തീരുവ. ഇതാണ് 18%-ലേക്ക് കുറഞ്ഞത്. തീരുവ കുറച്ചതിന് പകരമായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ടെന്നും അത് യുക്രൈൻ യുദ്ധം തീർക്കുന്നതിന് സഹായകരമാകുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. കൂടാതെ US-ന്റെ ഊർജ്ജ സാങ്കേതിക കാർഷിക മേഖലയിൽ നിന്ന് $50,000 കോടി ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു മുൻപ്. റഫ ഇടനാഴി തുറന്ന് ഇസ്രായേൽ. നടപടി വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി. രണ്ടു വർഷത്തിനു ശേഷം ഈജിപ്തിനും ഗാസയ്ക്കുമിടയിലെ റഫ ഇടനാഴി തുറന്ന് ഇസ്രായേൽ. ഗാസയിൽ നിന്നും പരിമിത എണ്ണം പാലസ്തീൻകാർക്ക് കാൽനടയായി ഈ വഴി ഈജിപ്തിലേക്ക് പോകാം. യുദ്ധകാലത്ത് ഈജിപ്തിലേക്ക് പോയവരിൽ ചിലർക്കും മടങ്ങിവരാം. US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് ഇടനാഴി തുറന്നത്. ഗാസയിലുള്ളവർക്ക് പുറത്തേക്ക് പോകാനുള്ള ഏക വഴിയാണിത്. ആദ്യ ദിവസം ഈജിപ്തിൽ നിന്ന് 50 പാലസ്തീൻകാരാണ് ഗാസയിലേക്ക് മടങ്ങിയത്. കർശനമായ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇസ്രായേൽ ഇരുവശത്തേക്കും പാലസ്തീൻകാരെ കടത്തിവിടുക. അടിയന്തര ചികിത്സയ്ക്കായി യാത്രാനുമതി തേടി കുട്ടികളടക്കം 20,000 പേരാണ് ഗാസയിലുള്ളത്. ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള റഫ നിലവിൽ പാലസ്തീൻകാരെ പൂർണ്ണമായി ഒഴിപ്പിച്ച കെട്ടിടങ്ങളെല്ലാം ഇടിച്ചു നിരത്തപ്പെട്ട പ്രദേശമാണ്. അതിർത്തി തുറന്നെങ്കിലും ഗാസയിൽ വിദേശ മാധ്യമ പ്രവർത്തകർക്കുള്ള ഇസ്രായേലിന്റെ വിലക്ക് തുടരും. 2024 മെയ് മാസത്തിലാണ് റഫ അതിർത്തി അടച്ചത്. 2023 ഒക്ടോബറിൽ സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ ഗാസ വിട്ടുപോയ പാലസ്തീൻകാർക്ക് തിരിച്ചു വരാമെന്നും മുൻകൂർ അനുമതിയോടെ നിയന്ത്രണമായി മാത്രമായിരിക്കും ഗാസയിലേക്കുള്ള പ്രവേശനം അനുവദിക്കുകയെന്നും ഇസ്രായേൽ അറിയിച്ചിരുന്നു. പ്രതിദിനം രോഗികളും 2 കൂട്ടിരിപ്പുകാരും അടക്കം 150 പേരെ ഗാസയ്ക്ക് പുറത്തേക്കും 50 പേരെ ഗാസയ്ക്കകത്തേക്കും പ്രവേശിപ്പിക്കും. ഹമാസിന്റെ ആയുധക്കടത്ത് തടയാനാണ് 2024 റഫ അതിർത്തി ഇസ്രായേൽ അടച്ചത്. അതേസമയം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു. 24 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത് 32 പേരാണ്. ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചു എന്നാരോപിച്ചായിരുന്നു ആക്രമണം. ചൈനയിൽ മുൻ നിയമമന്ത്രിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. ചൈനയിൽ മുൻ നിയമമന്ത്രി താങ് യൂജിന് അഴിമതി കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. 2006-നും 2022-നും ഇടയിൽ താങ് യൂജിൻ 175 കോടിയോളം രൂപയുടെ അഴിമതി നടത്തിയതായി ഫൂജിയൻ പ്രവിശ്യയിലെ കോടതിയാണ് കണ്ടെത്തിയത്. മുൻ മന്ത്രി പദവി ദുരുപയോഗം ചെയ്തതായി വ്യക്തമാക്കിയ കോടതി അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. പ്രസിഡന്റ് ഷീ ജിൻപിങ് തുടരുന്ന അഴിമതി വിരുദ്ധ നടപടികളിൽ കുടുങ്ങുന്ന ഉന്നതനാണ് താങ് യൂജിൻ. US-ന് ആണവ രഹസ്യങ്ങൾ കൈമാറിയതിന്റെ പേരിൽ സൈനിക ജനറൽ ഷാങ് യോഷിക്കെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. സംയുക്ത സേനാ മേധാവി ലിയു ഷെൻലിയും അന്വേഷണം നേരിടുകയാണ്. ജെയ്ജാങ് പ്രവിശ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡെപ്യൂട്ടി സെക്രട്ടറിയായിരുന്ന താങ് യൂജിൻ 2020-ലാണ് മന്ത്രിയായത്. 2024-ൽ അഴിമതി കണ്ടെത്തിയതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതിനിടെ എനർജി മാനേജ്മെന്റ് മന്ത്രി വാങ് ഷിയാങ് ഷിയ്ക്കെതിരെ അഴിമതി വിരുദ്ധ വിഭാഗം കേസെടുത്തു. ആദ്യമായാണ് ഒരു സിറ്റിംഗ് മന്ത്രിക്കെതിരെ അഴിമതിക്ക് കേസെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം 65 ഉന്നതരാണ് അഴിമതി കേസിൽ കുടുങ്ങിയത്. പ്രതിരോധ വിഭാഗത്തിൽ അസാധാരണ തരത്തിലുള്ള ശുദ്ധീകരണ നടപടികളാണ് ചൈനയിൽ നടക്കുന്നത്.
ഉദ്യോഗസ്ഥർക്ക് നേരെ വലിയ രീതിയിൽ അഴിമതി ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് നടപടിയെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ സേനയിൽ നടന്ന വൻ അഴിമതിയുടെ വിവരങ്ങളും നിലവിൽ പുറത്തെത്തി. ചൈനീസ് ആണവ മിസൈലിൽ ഇന്ധനത്തിന് പകരം വെള്ളം നിറയ്ക്കുന്ന തലത്തിലേക്ക് അഴിമതി ആയതിനു പിന്നാലെയാണ് ഷീ ജിൻപിങ് കർശന നടപടികൾ സ്വീകരിച്ചതെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രതിരോധ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥനെ അടക്കം ഷീ ജിൻപിങ് മാറ്റിയിരുന്നു. ജനറൽ ഷാങ് യുക്സിയെ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നടപടി നേരിട്ടിരുന്നു. ഷീ ജിൻപിങ്ങിന്റെ ഏറ്റവും വിശ്വസ്തനായ ജനറൽ ഷാങ് യുക്സിയെ 2026 ജനുവരി 19 കസ്റ്റഡിയിലെടുത്തത്. ചൈനയുടെ ആണവായുധ ഡാറ്റ ചോർത്തിയെന്ന് ആരോപിച്ചായിരുന്നു ഇത്. സ്ഥാനക്കയറ്റത്തിനായി കൈക്കൂലി നൽകിയെന്നും പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ ചെറുത്തുനിൽപ്പിനെ ദുർബലപ്പെടുത്തിയെന്ന് അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ജനറൽ ഷാങ് യുക്സിയെ നേരിടുന്നത്. ചൈനയുടെ ആണവായുധ സുരക്ഷയെ പോലും ബാധിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പടിഞ്ഞാറൻ ചൈനയിലെ സിൻയാങ് മിസൈൽ ഫീൽഡിലെ മുഴുവൻ സീലോ ഫീൽഡുകളിലും മിസൈലുകൾ ഫലപ്രദമായി വിക്ഷേപിക്കുന്നത് തടയുന്ന മൂടികൾ വയ്ക്കുന്ന നിലയിലേക്ക് വരെ അഴിമതി എത്തിയിരുന്നുവെന്നും 2014 ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ വാദം പ്രതിരോധ വിദഗ്ധർ തള്ളിയിരുന്നു. മൂടികൾ തുറക്കാതിരുന്നത് സാങ്കേതിക പിഴവ് മാത്രമെന്നായിരുന്നു പ്രതിരോധവാദം. ചൈനീസ് റോക്കറ്റ് ഫോഴ്സിലെ ഉന്നത ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ പുറത്താക്കിയത് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു. എന്നാൽ മിസൈലുകളിൽ സദാസമയം ഇന്ധനം നിറച്ചു വയ്ക്കാറില്ല എന്നാണ് വിദഗ്ധർ വിശദമാക്കുന്നത്. എന്നാൽ ചൈനയുടെ സൈനിക ചെറുത്തുനിൽപ്പിനെ ദുർബലമാക്കുന്നതാണ് ഉന്നത തലങ്ങളിൽ നടന്ന അഴിമതിയെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചൈനയുടെ പ്രതിരോധ ശേഷിയെ തകർക്കുന്ന അഴിമതിയെ വേരോടെ പിഴുതെറിയാനുള്ള നടപടികളാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വിശദമാക്കുന്നത്. ബലൂചിസ്ഥാനിൽ പോരാട്ടം രൂക്ഷമാകുന്നു. പാക് സൈന്യവും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും തമ്മിലുള്ള പോരാട്ടം അടുത്ത തരത്തിലേക്ക്. പാകിസ്ഥാനിലെ തെക്കുപടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാനിൽ 22 പേരെ കൂടി സുരക്ഷാ സേന വധിച്ചു. 2 ദിവസത്തിനിടെ 177 പേരെയാണ് സേന വധിച്ചത്. വിഘടനവാദ സംഘടനയായ ബലൂച്ച് ലിബറേഷൻ ആർമി അംഗങ്ങളാണ് കൊല്ലപ്പെട്ടവരിലേറെയും. കഴിഞ്ഞയാഴ്ച സേനാ കേന്ദ്രങ്ങളടക്കം 12 സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെ നടന്ന ഭീകരാക്രമണങ്ങളിൽ 17 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിനു തിരിച്ചടിയായാണ് സൈനിക നടപടി ആരംഭിച്ചത്. ഇറാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് ബലൂജിൽ കഴിഞ്ഞ വർഷം ഭീകരർ ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി 300 യാത്രക്കാരെ ബന്ദികളാക്കിയിരുന്നു. സൈനിക നടപടിയുടെ ഭാഗമായി ബലൂചിസ്ഥാനിൽ ശനിയാഴ്ച മുതൽ ഇന്റർനെറ്റ് റദ്ദാക്കിയിട്ടുണ്ട്. ജനുവരിയിൽ പാക് സൈന്യം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും തമ്മിലുള്ള പോരാട്ടത്തിൽ 386 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ കാലയളവിൽ 238 BLA അംഗങ്ങളും 106 പാക് സുരക്ഷാ സേനാംഗങ്ങളും 42 സാധാരണക്കാരും കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. ഡിസംബറിൽ ആകെ 341 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ വേൾഡ് ഡെസ്ക് പൂർണ്ണമാകുന്നു. കൂടുതൽ ലോകവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.